വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങനെ റീല് കണ്ടുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു ഐറ്റം കഴിക്കാനുള്ള ഭയങ്കര ക്രേവിങ് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടതാണ് ആറ്റിങ്ങൽ ആലങ്കോട് ഹോട്ടൽ സെൻറ്ററിലേക്ക്. നമ്മുടെ വീട് വന്നിട്ട് കൊട്ടിയത്താണ്. കൊട്ടിയത്ത് നിന്ന് ആറ്റിങ്ങൽ പറഞ്ഞെങ്കിൽ 45 കിലോമീറ്ററോളം ഉണ്ട്. അവിടുന്ന് താണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ദേ ആ മഞ്ഞ ബോർഡിൽ കാണുന്ന ഓൾഡ് സെൻറ്റർ ഹോട്ടലാണ് നമ്മുടെ ഒറിജിനൽ വൺ. സെക്കൻഡ് സിഗ്നലിൻ്റെ ഓപ്പോസിറ്റ് ആണ്. കൊല്ലത്തുനിന്ന് വരുമ്പോൾ സെക്കൻഡ് സിഗ്നലിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ദേ ആ പഴയ ഷോപ്പ് കണ്ടോ സൈഡിൽ, അതാണ് ഒറിജിനൽ വൺ. 70-80 വർഷത്തെ പഴക്കമുണ്ട്. കറക്റ്റ് ഇയർ എനിക്കറിയത്തില്ല, കാരണം എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള പരിചയമാണ്. എന്നെ അവരാണ് ഫസ്റ്റ് ടൈം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ഇവിടുത്തെ മട്ടൻ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ മട്ടൻ ഐറ്റംസ് ആണ് സ്പെഷ്യൽ, ഭയങ്കര ഫേമസും ആണ് കേട്ടോ. നിങ്ങളിവിടെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ടേസ്റ്റ് നിങ്ങൾ മറക്കില്ല. കാരണം ഞാൻ ഷൂട്ടിന് പോകുന്ന ടൈമിലെല്ലാം നൈറ്റൊക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. കാരണം എനിക്ക് അത്ര അഡിക്റ്റാണ് ഇവിടുത്തെ മട്ടൻ സൂപ്പും ഇവിടുത്തെ മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി വൈകുന്നേരം കിട്ടാറില്ല. ഞങ്ങൾ അങ്ങനെ മുകളിൽ പാർക്ക് ചെയ്തിട്ട് താഴേക്ക് നടക്കുകയാണ് കേട്ടോ. കുറച്ച് നടന്നാൽ മതി, താഴെയും പാർക്കിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഓർഡറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഈ കുഞ്ഞാവയെ കളിപ്പിച്ചുകൊണ്ട്. സത്യം പറയാലോ ഗൈസ്, വീട്ടിൽ എല്ലാ ഐറ്റംസും ഉണ്ടാക്കി പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ വന്നിരുന്ന ടൈമിലാണ് ഒരു ചേട്ടൻ റീലിലിരുന്ന് ബിരിയാണി കഴിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് എനിക്ക് ഹോട്ടൽ സെൻറ്ററിലെ ബിരിയാണി കഴിക്കണം എന്നുള്ള ക്രേവിങ് വന്നത്. പ്രാന്ത് വന്ന് കൊതി വന്നെന്നൊക്കെ പറയാം. അങ്ങനെ ഓർഡർ ചെയ്തിട്ടിരിക്കുവാണ്. 40-45 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ കൊട്ടിയത്തുനിന്ന് ഇവിടെ വരെ വരാൻ. ഇതേ സാധനം എൻ്റെ കൈ കിട്ടി ഗൈസ്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും വെള്ളം ഇറങ്ങുവാണ് ഇങ്ങനെ തൊണ്ടേന്ന്. അത്ര ടേസ്റ്റിയാണ്, അത്ര അഡിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി. എനിക്ക് മട്ടൻ ബിരിയാണി, മട്ടൻ റോസ്റ്റ്, മട്ടൻ സൂപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ മട്ടൻ ബിരിയാണി കഴിക്കാനുള്ള പ്രാന്താണ്, കൊതിയാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഇന്ന് കഴിക്കുന്നത്. ഈ നോക്ക്, ഭയങ്കര ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. സാധാരണ ഞാൻ ഒരു ബിരിയാണി ഒന്നും ഫുള്ള് കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇവിടുന്ന് ഒരു അരിമണി പോലും ഞാൻ കളയാതെ കഴിച്ചിട്ട് വരും. കാരണം അത്ര ടേസ്റ്റിയാണ്, അത്ര അഡിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ മട്ടൻ സൂപ്പ് കുടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വയറ് സ്ഥലമില്ല. അത്രത്തോളം ഞാൻ കഴിച്ചു, ഫുള്ള് കഴിച്ചു, ബിരിയാണി ഫുള്ള് കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രേവിങ് വരുമ്പോൾ ഇങ്ങനെ ദൂരെയൊക്കെ പോയി കഴിക്കാറുണ്ടോ എന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രാന്തൊക്കെ വരാറുണ്ട്. അങ്ങനെ ഞങ്ങളിതേ പെപ്സിയും കുടിച്ച് ബിരിയാണി കഴിച്ച സന്തോഷത്തോടെ ഞങ്ങൾ വണ്ടിയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അതിന് മുമ്പേ ഞാൻ ഈ മതിലിനകത്തൊക്കെ ചേർന്ന് ഇപ്പോൾ ഫോട്ടോ ആയേനെ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രാന്തൊക്കെ ഉള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.